പ്രണയത്തെക്കുറിച്ചും അതിനു പിന്നിലെ മനഃശാസ്ത്രപരമായ വസ്തുതകളെക്കുറിച്ചും ലളിതമായി പറയാം. മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും സങ്കീർണവും എന്നാൽ മനോഹരവുമായ ഒരു വികാരമാണ് പ്രണയം. പ്രണയത്തിന്റെ 3 തൂണുകൾ. മനഃശാസ്ത്രജ്ഞനായ റോബർട്ട് സ്റ്റെൻബെർഗിന്റെ അഭിപ്രായത്തിൽ പ്രണയത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. അടുപ്പം, ഇന്റിമസി, പരസ്പരമുള്ള വിശ്വാസം. ആശയവിനിമയം, വൈകാരികമായ അടുപ്പം. അഭിനിവേശം, പാഷൻ, ശാരീരികമായ ആകർഷണവും തീവ്രമായ വികാരങ്ങളും. പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്, പങ്കാളിയോടൊപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന ഉറച്ച തീരുമാനം. ഈ 3 ഘടകങ്ങളും കൃത്യമായ അളവിൽ ചേരുമ്പോഴാണ് അതിനെ സമ്പൂർണ്ണ പ്രണയം, കോൺസുമേറ്റ് ലവ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രണയത്തിൽ വീഴുന്നത്? നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില രാസമാറ്റങ്ങളാണ് പ്രണയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഡോപാമൈൻ. പ്രണയിക്കുമ്പോൾ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതൊരു ലഹരി പോലെയാണ്. ഓക്സിറ്റോസിൻ. ഇതിനെ കടൽ ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് പങ്കാളികൾക്കിടയിൽ വിശ്വാസവും ദൃഢബന്ധവും ഉണ്ടാക്കുന്നു. ആകർഷണം, അട്രാക്ഷൻ. സാധാരണയായി നമ്മളുമായി സാമ്യമുള്ള ചിന്താഗതിക്കാരോടോ അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമാക്കാൻ സഹായിക്കുന്ന സ്വഭാവമുള്ളവരോടോ ആണ് നമുക്ക് പ്രണയം തോന്നാറുള്ളത്. പ്രണയത്തിലെ ഘട്ടങ്ങൾ. മനഃശാസ്ത്രപരമായി പ്രണയത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഘട്ടം. പ്രത്യേകതകൾ. മോഹം, ലസ്റ്റ്. ഹോർമോണുകളുടെ സ്വാധീനത്തിൽ തോന്നുന്ന ശാരീരിക ആകർഷണം. ആകർഷണം എപ്പോഴും പങ്കാളിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഘട്ടം. ഹണിമൂൺ ഫേസ്. അറ്റാച്ച്മെന്റ്. ദീർഘകാലം ഒന്നിച്ച് ജീവിക്കാനുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. റെഡ് ഫ്ലാഗുകൾ. അമിതമായ നിയന്ത്രണം, സംശയം, ബഹുമാനമില്ലായ്മ എന്നിവ പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പുകളാണ്. ആശയവിനിമയം. ഏത് പ്രശ്നവും തുറന്ന് സംസാരിക്കുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. യഥാർത്ഥ പ്രണയം എന്നത് ഒരാളെ അന്ധമായി വിശ്വസിക്കലല്ല, മറിച്ച് അവരുടെ കുറവുകളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്.